നമ്മൾ റിവർ ഇന്ത്യയുടെ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇപ്പോൾ ഒരു റൈഡ് പോയിട്ട് വന്നതാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഈ ഒരു വണ്ടി എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ, ഇലക്ട്രിക് വണ്ടിയിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. ഒരു A to B ഡിസ്റ്റൻസിലാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്. അതായത് ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തോട്ട് മാത്രമാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് പൈസ നിങ്ങളുടെ സേവ് ചെയ്യും. അല്ല അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് യാത്രകളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കണക്കൂട്ടലുകൾ മൊത്തത്തിൽ തെറ്റിപ്പോവും. ചാർജ് തീർന്നു കഴിഞ്ഞാൽ 8ൻ്റെ പണി തന്നെ കിട്ടും, വഴി കിടക്കും. പെട്രോൾ ആണെങ്കിൽ 100 രൂപക്കോ 50 രൂപക്കോ കൊണ്ട് മേടിച്ച് ഒഴിച്ചാൽ നമുക്ക് വീണ്ടും യാത്ര ആരംഭിക്കാം. പക്ഷേ പെട്രോളിൻ്റെ അത്രയും കാശ് വരുന്നില്ലെങ്കിലും ടൈം ഒരു ഘടകം തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഈ വണ്ടിയുടെ കാര്യം നോക്കാനാണെങ്കിൽ അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ളൊരു വണ്ടിയായിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വണ്ടിയെ തോന്നുന്നത്. റിവർ ഇന്ത്യയുടെ വണ്ടിയാണ്. യമഹ ഒക്കെ ഈ ഒരു വണ്ടിയെ ഏറ്റെടുത്തിരിക്കുകയാണ്, ഈ ഒരു കമ്പനിയെ. കാരണം അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് എല്ലാ ഭാഗത്തു നിന്നും. ഫീച്ചേഴ്സും കാരണം CBS ബ്രേക്കിംഗ്, ഡുവൽ ഡിസ്ക്, ഹൈഡ്രോളിക് സസ്പെൻഷൻ, ടെലിസ്കോപ്പ് സസ്പെൻഷൻ, അതുപോലെ തന്നെ ഈ ഒരു SUV ടൈപ്പിലുള്ള ആ ഒരു ഡിസൈൻ, അതുപോലെ തന്നെ ഈ ഒരു നമുക്ക് പാനിയേഴ്സും കാര്യങ്ങളൊക്കെ വയ്ക്കാം. ഭയങ്കര കംഫർട്ടാണ്. ഫ്രണ്ടിലും ബാക്കി ഇരിക്കുന്ന ആൾക്കാർക്ക് ചാരിയൊക്കെ ഇരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ടുള്ള. അതുപോലെ തന്നെ 3 റൈഡിങ് മോഡുണ്ട്. അത്ര അഗ്രസീവായിട്ടുള്ള പവർ ഒന്നും തന്നെയല്ല, കുറച്ച് പവറുണ്ട്. എന്നാൽ നോർമലി നമുക്കൊരു പെട്രോൾ വണ്ടിയൊക്കെ ഓടിക്കുന്ന അതേ ഒരു ലാഘവത്തിലൂടെ കൂടെ നമുക്ക് വണ്ടി ഓടിക്കാം. നല്ല സ്റ്റെബിലിറ്റിയാണ് വണ്ടിക്ക്. അപ്പം അത്യാവശ്യം നല്ല അടിപൊളി എന്താ പറയുക വണ്ടി കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, ശരിക്കും ഇഷ്ടപ്പെട്ട വണ്ടി. പിന്നെ 1.5 ലക്ഷം രൂപക്കൊക്കെ ഇലക്ട്രിക് വണ്ടി വാങ്ങണമെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല, ലാഭം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരുപാട് പേര് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ ഇലക്ട്രിക് വണ്ടിയുടെ കാലം കഴിയും എന്നുള്ളതാണ്. അതായത് ഈ വണ്ടി ഇപ്പോൾ 5 വർഷം കഴിഞ്ഞാൽ ഇത് കളഞ്ഞിട്ട് അല്ലെങ്കിൽ 70,000 രൂപ 80,000 രൂപയൊക്കെ പുതിയ ബാറ്ററി മേടിച്ച് വെക്കണമെന്നൊക്കെയാണ് ഒരുപാട് പേര് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. ബാറ്ററി വീക്കാവും തീർച്ചയായിട്ടും. കാലക്രമേണ നമ്മുടെ ഫോണൊക്കെ വീക്കാവുന്നത് പോലെ ബാറ്ററി വീക്കാവും. 5, 6, 7 കൊല്ലം കഴിയും. നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. എപ്പോഴും ലോ ബാറ്ററിയിലിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ബാറ്ററി വീക്കാവും. പക്ഷേ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി കിടന്നോളും. അത് കഴിഞ്ഞാൽ പിന്നെ ബാറ്ററി മാറേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ നല്ല എമൗണ്ട് ആവും. സാധാരണ സ്കൂട്ടറിൻ്റെ എഞ്ചിനൊക്കെ പണിയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 രൂപ താഴെ വരത്തുള്ളൂ ഫുൾ പണിഞ്ഞ് വരുമ്പോൾ. പക്ഷേ ഇത് ഒരു 70 രൂപ 80 രൂപയൊക്കെ ആവും. പക്ഷേ അതിനിടയിൽ ഒരുപാട് പൈസ നമുക്ക് ലാഭിക്കാം.